ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. പുതിയ ദിവസം, പുതിയ പ്രഭാതം ദൈവകരങ്ങളിൽ സന്തോഷത്തോടെ നമുക്ക് സമർപ്പിക്കാം. വചനം വളരെ ശക്തമായി ഇന്ന് നമ്മോട് പറയുന്നത് എന്താ? ലോകത്തെയും ലോകത്തിനുള്ളതിനെയും നാം സ്നേഹിക്കരുത്. അഥവാ നാം സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് പിതാവിൻ്റെ സ്നേഹമാണ്. ഈ ലോകം നമുക്ക് പലവിധമായ സുഖങ്ങൾ തരും. ലൗകിക സുഖങ്ങളിൽ നാം മതിമറന്ന് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നിത്യജീവൻ അവകാശമാക്കുവാനുള്ള ആ വലിയ കൃപ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. ദൈവം ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ പുതിയ ദിവസത്തിൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതും അതുതന്നെയായിരിക്കണം. ലോകവും അതിൻ്റെ മോഹവും ഒക്കെ ഒഴിഞ്ഞു പോകും. പ്രിയമുള്ളവരെ, ദൈവേഷ്ടം ചെയ്യുന്നവരാണ് എന്നേക്കും ഇരിക്കുന്നത്. ഈ ഒരു വചനം വലിയൊരു മുന്നറിയിപ്പാണ്. പ്രശ്നസങ്കീർണവും കലുഷിതവുമായ ഈ ലോകത്തിൽ എവിടെയാണ് നമുക്ക് സുരക്ഷ ലഭിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക ടെക്നോളജികളൊക്കെ വളർന്നു വലുതായെങ്കിലും മനുഷ്യന് പൂർണ്ണമായിട്ടുള്ള ഒരു സുരക്ഷ ദൈവത്തിങ്കിൽ നിന്ന് മാത്രമേ നമുക്കുള്ളൂ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയാണ്, സർവശക്തന്റെ നിഴലിലാണെന്ന്. അതുതന്നെയല്ലേ ഏറ്റവും വലിയ സുരക്ഷ. ഇന്ന് വലിയ വലിയ ബിൽഡിങ്ങുകളും വലിയ വലിയ മാളുകളും അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകളും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിൻ്റെ ചെറു കോണുകളിൽ പോലും CCTVയും മറ്റ് സെക്യൂരിറ്റി സിസ്റ്റംസും ഒക്കെ വന്നു കഴിഞ്ഞു. കാരണം സുരക്ഷയാണ്. എല്ലാവർക്കും പേടിയാണ്, ആർക്കും ഒരു സമാധാനമില്ല. സമ്പത്തും സ്ഥാനമാനങ്ങളും ആരോഗ്യവും എല്ലാവർക്കുമുണ്ട്. എന്നാൽ പലരുടെയും ഉള്ളിലേക്ക് നാം ഒന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു രീതികളിലുമൊക്കെ തങ്ങളുടെ ജീവിതം തന്നെ മറ്റുള്ള രീതിയിൽ അഭയം കണ്ടെത്തുന്നവർ നമുക്ക് അനവധി കാണുവാൻ കഴിയും. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ല. സമ്പന്നനെന്നോ പാവപ്പെട്ടവനെന്നോ പണ്ഡിതനെന്നോ പാമരനോ ഒന്നുമില്ല. ഒരു വേർതിരിവുമില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ശരിക്കും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയും. വ്യത്യസ്തരായി ആത്മീയ ബോധത്തിൽ ജീവിക്കുവാൻ ഈ സമൂഹത്തിൽ ഇന്ന് അനേകരുണ്ട്. അവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും ദുഃഖങ്ങളും സ്വകാര്യ ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്, വേട്ടയാടുന്നുണ്ട്. എന്നാൽ അവരെ പൊതിഞ്ഞിരിക്കുന്ന ഒരു വലിയ ദൈവകൃപ, ആ ദൈവകൃപയിലാണ് അവൻ വളരുന്നത്. ആമേൻ. ഈ ലോകം തരുന്ന സുഖങ്ങളിലല്ല അവൻ്റെ ജീവിതം. ഇന്ന് മനുഷ്യൻ കുറുക്കു വഴികളിലൂടെ കാര്യങ്ങൾ സാധിക്കുവാനായിട്ട് ഓടുകയാണ്. തൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ എളുപ്പ വഴിയിൽ പരിഹരിക്കപ്പെടണം. അതിനുവേണ്ടി നമുക്ക് ആശ്രയിക്കുവാൻ പറ്റുന്ന അമാനുഷികമായ ശക്തികളെ നാം ആശ്രയിക്കും. ദൈവങ്ങളെ നാം ആശ്രയിക്കും. എന്തിനും ഏതിനും എളുപ്പ വഴി കണ്ടെത്തുന്നത് മനുഷ്യൻ്റെ ഒരു രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എന്തെങ്കിലും നമുക്ക് ഒരു വലിയ കാര്യം എന്തെങ്കിലും നേടാനായിട്ടുണ്ടെങ്കിൽ അധികാരസ്ഥാനത്തിരിക്കുന്നവരെ എങ്ങനെയും സ്വാധീനിച്ച് അതിൻ്റെ പിന്നിലൂടെ കുറുക്കു വഴികളിലൂടെ നാം അത് സ്വന്തമാക്കുവാനായിട്ടുള്ള ഓട്ടം പലപ്പോഴും നാം നടത്താറുണ്ട്. ആനുകൂല്യം ലഭിക്കുവാൻ എങ്ങനെ മറ്റൊരാളെ സ്വാധീനിക്കുവാൻ കഴിയുമെന്ന് അന്വേഷിക്കുകയാണ് നാം ഓരോരുത്തരും. ആത്മീയ ലോകത്തും ഇത്തരം പ്രവണതകൾ ഇന്ന് വളരെ കൂടുതൽ തന്നെയാണ്. ഇത് ഒരു പണം സമ്പാദിക്കുവാനായിട്ടുള്ള മാർഗമായി പ്രയോജനപ്പെടുത്തുവാൻ അനേകർ ഇന്ന് ശ്രമിക്കുന്നുണ്ട്. പൈശാചിക പോരാട്ടങ്ങൾ അതിൻ്റെ ശരിക്കും അത് നടക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു വലിയ ദുഃഖകരമായ അവസ്ഥയാണ്.
സമ്പത്ത് കൊണ്ട് തൃപ്തിപ്പെടുത്തി എളുപ്പവഴിയിൽ ദൈവപ്രീതി നേടാമെന്ന് കരുതുന്നവരും കൂടുതലാണ്. നമുക്ക് നമ്മുടെ ശീലങ്ങളെ നമുക്കൊന്ന് മാറ്റണം. കുറുക്കു വഴികൾ നമുക്കൊന്ന് ഉപേക്ഷിക്കണം. ദൈവാശ്രയവും ദൈവകൃപയും ദൈവവചനത്തോട് നീതി പുലർത്തുവാനും നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമായി തീരണം. ഒരു വൃക്ഷം ഫലം കായ്ക്കുന്നത് ശരിക്കും സമയമെടുത്താണ്. നാം പല കാര്യങ്ങളും പെട്ടെന്ന് നേടണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. 1-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് എന്താ? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പിന്നീടാണ് അതിൻ്റെ റീസൺ പറയുന്നത്. എന്താണ് കാര്യം? അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാണ്. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കത്തില്ല. അതിൻ്റെ ഇല എപ്പോഴും പച്ചയായിരിക്കും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കാത്ത അവസ്ഥ, ഏതു നിമിഷവും പച്ചയായിരിക്കുന്ന അവസ്ഥ, വരൾച്ചയുള്ള കാലത്ത് വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്കും വേണം. ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കണം. അതാണ് പറയുന്നത്, യഹോവയെ ആശ്രയമായിരിക്കുകയും യഹോവയിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യനാ ഭാഗ്യവാൻ. തക്ക കാലത്ത് ഫലം കായ്ക്കുവാൻ. അത് ശരിക്കും സമയമെടുത്താണ് അത് ഫലം കായ്ക്കുന്നത്. വിശ്വാസം തെളിയിക്കേണ്ടത് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്, കുറുക്കു വഴികളിലൂടെയല്ല. അങ്ങനെയെങ്കിൽ മാത്രമേ ആ നിത്യജീവൻ നമുക്ക് അവകാശമാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നാം വായിച്ച വേദഭാഗത്തിൻ്റെ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ആമേൻ, ഹല്ലേലൂയ. ഈ പുതിയ ദിവസത്തിൽ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. പൂർണ്ണ ആശ്രയത്തോടെ, ദൈവഭയത്തോടെ യഹോവയിൽ നമുക്ക് ആശ്രയിക്കാം. അവനെ നമുക്ക് ആശ്രയിച്ച് നമ്മുടെ ജീവിതം കുറച്ചുകൂടി നമുക്കൊന്ന് ക്രമപ്പെടുത്താം. ലോകത്തിൻ്റെ മോഹങ്ങൾ നമുക്ക് വെടിയാം. ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് പിറകെ പായുന്നത് നമുക്ക് വെടിയാം. കുറുക്കു വഴികൾ തേടുന്നത് നമുക്ക് ഉപേക്ഷിക്കാം. ദൈവമാർഗത്തിലേക്ക് കുറച്ചുകൂടി നമുക്ക് ചേർന്ന് നിൽക്കാം. ഈ പുതിയ ദിവസം അതിനുവേണ്ടി നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.